ഹലോ ഗെയ്സ്, എനിക്ക് കുറേ ഇയാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു നമ്മളെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യും, എങ്ങനെ ഒരു പാട്ട് റെക്കോർഡാക്കൽ, അതെങ്ങനെ മിക്സിംഗ് ആക്കലുള്ള സംഗതി. അതായത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പഠന എന്ന സ്ഥലത്ത് വണ്ണാത്തുമൂക്ക് നമ്മൾ ലത്തൂസ് പഠനയുടെ സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ബാ ഗെയ്സ്. അന്നേരം ഇതാ നമ്മൾ ലത്തൂസിന്റെ സ്റ്റുഡിയോ. നേരത്തെ വിളിച്ചത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞില്ല. അന്നേരം ആളുണ്ടോ ഇല്ലെന്ന് നോക്കാം. സ്റ്റുഡിയോയിൽ ഉണ്ടെന്നാ പറഞ്ഞത് നേരത്തെ. നോക്കാം, ആളുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ക്യാമറ ഓണാക്കിയില്ലേ? ക്യാമറ ഓണാക്കിയില്ലേ? സംഭവം വേറെ സംഗതി വെച്ചാലേ ഇതിന്റെ ഡോർ എടുക്കട്ടെ. ഈ വീഡിയോ എടുക്കുന്ന സംഗതി വെച്ചാല് നമ്മള് കൊറേ കസ്റ്റമർ ചോദിച്ചിനെ എങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യല്, മിക്സിംഗ് എങ്ങനെ ചെയ്യല്. യെസ്, ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ നമ്മൾ ലത്തൂസ് പാടുന്ന നമ്മളെ പട്ടുമാലെ പാടിനെ, അതേപോലെ മുത്തായ ഫാത്തിമാന്റെ അതിൽ പാടി നല്ല വൈറൽ ആയ ഒരു സിംഗറാണ്, നല്ല സിംഗറാണ്. അന്നേരം ഇവർ തന്നെയാണ് നല്ല സ്റ്റുഡിയോ വരുന്നത്. ഞാൻ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അത് നമ്മുടെ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കണം എങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ആക്കല് ചെയ്യുന്ന സംഗതി. റെഡിയല്ലേ? പാടി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പാട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യില്ല, അതിൽ മിക്സ് ചെയ്യല് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഇതുവരെ അങ്ങനെ പ്രോസസിംഗ് ഒരുപാടുണ്ടാവും. ഒരു പല്ലവി ഓക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പഴയ ഒരു പാട്ടിന് എടുക്കാം. പാറും കിളിയുന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ക്യൂബേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് സെക്ഷനിൽ വരുന്നത് രണ്ട് മോണിറ്ററാണ് വരുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് വെച്ചത്. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് പിന്നെ നോക്കിയിട്ട് പാടുന്നവർക്ക് ഇപ്പൊ വരികൾ അറിയാത്തവർ മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ ഇത് പാഡ് വെച്ചിട്ടാണ് നമ്മൾ താരാട്ട് പാട്ട്. ഓക്കെ, എന്താ പറയാ, 1ാം ക്ലാസ് മുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടല്ല, ആദ്യമായിട്ട് സ്റ്റുഡിയോ എന്താണെന്നും അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഹെഡ്സെറ്റ് മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വെക്കണം. സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്ന വെച്ചാല് വെക്കാൻ കാരണം ചെറിയൊരു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം നമുക്ക് കരോക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചാലേ കേൾക്കാൻ പറ്റും. കാരണം ഔട്ടാണ്, സ്പീക്കറൊക്കെ ഔട്ടാണ്. അവിടെ ഉള്ളത് നമുക്ക് കേൾക്കാൻ പറ്റൂല. അപ്പം നമുക്ക് കരോക്കയും കാര്യങ്ങൾ കേട്ട് പാടണമെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ഇവിടെ നിന്ന് നമുക്ക് വോക്കൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്താക്കണം, പിന്നെ ഉപയോഗിക്കേണ്ടി വരും. നമ്മളിവിടെ പാടുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് ഇവിടെ കേൾക്കൂല. ഇവിടുന്ന് റെക്കോർഡ് ചെയ്താലും നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. കാരണം നമ്മളെ വോക്കല് മാത്രമാണ് ഇവിടെ കേൾക്കല്. കരോക്ക മൊത്തം ഇതിലാണ് കേൾക്കുന്നത്. ഇനി കേൾക്കണം, രണ്ടും വോക്കലും കരോക്ക ഒന്നിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ടുന്നേ കേൾക്കാൻ പറ്റും. പാറും കിളിയെ നീ കൽവ കണ്ടോ, പാടേ കറുത്തോരു ഹജർ കണ്ടോ, പാകം നമ്മള് ഒരു പാട്ട് പാടിക്കഴിഞ്ഞ ഒരു പല്ലവി പാടിക്കഴിഞ്ഞല്ലേ, നമുക്കിനി അത് മിക്സ് ചെയ്യണം. അതിന് നമുക്ക് നോക്കല്ലേ, നമ്മള് പുറത്തു പോയിട്ട് എന്നാ പണി എന്ന് വെച്ചാല് നമ്മള് സാധാരണ കസ്റ്റമറോട് റേറ്റ് പറയുമ്പോ അവർ പറയും നിങ്ങൾക്ക് എന്താ പണിയുള്ളത്, പെട്ടെന്ന് രണ്ടുപേര് പാടാനാണ് പണിയുള്ളത്. അത് ഇപ്പോഴത്തെ പല ആൾക്കും ഇതിന്റെ ബുദ്ധിമുട്ട് കാര്യമല്ല. ഇത് എനിക്ക് മാത്രം ബാധിക്കുന്നതല്ല, ഇവിടെ പഠനയിൽ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട്. എല്ലാവർക്കുള്ള ചോദ്യമാണിത്. കാരണം നിങ്ങൾക്ക് എന്തിപ്പോ പണിയിൽ പാടിപ്പാട് തരുന്നല്ലേ, എന്തിന് ഇത്ര റേറ്റ് വാങ്ങുന്നുള്ളത്. നമ്മൾ വലിയ റേറ്റ് ഒന്നും വാങ്ങുന്നില്ല, എല്ലാവരും വാങ്ങുന്ന ഒരു തുച്ഛമായ റേറ്റ് തന്നെയാണ്. പക്ഷെ അതുപോലും തരാൻ മടിക്കുന്നത് ഇത് ഒരു വലിയ സംഭവമല്ല എന്ന് അവർ കാണുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി കൂടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനെ കുറിച്ച് തരുന്നത്. നമുക്ക് നോക്കേ മിക്സിംഗ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ സാധാരണ നമുക്ക് പിന്നെ അവിടുന്ന് പാടിയ ഒരു പ്ലെയിൻ വോക്കലാണ്. മനസ്സിലേ, മിക്സ് ഒന്നും ചെയ്യാതെ കാലി അവിടുന്ന് നമ്മൾ എടുക്കുന്ന വോക്കല്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാതെ. ഇതില് നമ്മള് പിന്നെ നമ്മൾ ഈ ഒരുപാട് പാട്ട് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ പിച്ച് കറക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. പിച്ച് കറക്ഷൻ നമ്മള് പെട്ടെന്ന് പാടുന്നതുകൊണ്ട് സ്പീഡ് പാടും. അപ്പൊ അതിൽ പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതിയെല്ലാം മാറ്റവും കാര്യങ്ങളുണ്ടാവും. അപ്പോ അത് ശരിയാക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിച്ച് കറക്ഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ശ്രുതിന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ അതിനാദ്യം പിന്നെ ഓട്ടോ ട്യൂണ് കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ട് ഇത് ഏത് ശ്രുതിന്ന് ആദ്യം നോക്കണം. ഓക്കെ, ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യണം നമ്മളിത് ഏതാണ് ഇതിന് മാച്ചാകുന്നത് ഏതാണെന്നുള്ളത്. ഈ ഒരു വോക്കൽ, ഈ ഒരു
നമ്മൊരു പിച്ചിൽ പാടിയിട്ടുണ്ടാവില്ലേ, അതിന് കണക്കായിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ഇവിടെ വേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ വരുന്നത് എഫ് ഷാർപ്പാണ്. ഈ ഒരു പാട്ടിന്റെ ഒരു ശ്രുതി വരുന്നത് എഫ് ഷാർപ്പ് മേജർ. ഇത് സംഭവം നമ്മൾ പറയുന്നത് പാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, ഇത് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ വരുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിനൊന്നും അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നുള്ളതും അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എഫ് ഷാർപ്പ് മേജർ ഞാൻ പറഞ്ഞില്ലേ, അതിലും നമുക്ക് എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, പിച്ച് കറക്ഷനിലേക്കാണ് പോകുന്നത്. എവിടെയെങ്കിലും വോക്കൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എവിടെങ്കിലും നമുക്ക് പാട്ടിന്റെ എവിടെങ്കിലും ശബ്ദ റേറ്റോ കാര്യങ്ങൾ പിച്ച് ഔട്ടെല്ലാം ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പിച്ച് ഔട്ട് ഉണ്ട്. അത് കുറച്ച് മേലെ കയറ്റിയാൽ കറക്റ്റ് സഫ മറുവാന്ന് കറക്റ്റ്. ഇതാണ് പഠിക്കേണ്ടത്. മിക്സിങ് ഓൾറെഡി എനിക്ക് കഴിഞ്ഞ്, കൂടുതൽ പിച്ച് കറക്ഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരം പാടുന്ന പാട്ടായത് കൊണ്ട് നമുക്ക് കൂടുതൽ പിച്ച് കറക്ഷന്റെ ആവശ്യമില്ല. എന്താണ് പിച്ച് കറക്ഷൻ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, അതിന്റെ ഔട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. പാറും കിളിയേ നീ കൽബ കണ്ടോ, പാടേ കറുത്തോര ഹജർ കണ്ടോ, പാകം ഇബ്രാഹിം മക്കം കണ്ടോ, പറയൂ സഫ മർവ മലയും കണ്ടോ. പാടുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും വരണം, പാടണം. ചെറിയ മിതമായ ഫീസ് അല്ലേ, അതല്ലേ അത് നമുക്ക് ചെയ്തു കൊടുക്കാം. പാടാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവുമല്ലോ ഒരുപാട് ആൾക്കാർ. ചിലപ്പം ഈ എമൗണ്ടിന്റെ കാര്യം പ്രശ്നം കൊണ്ട് പാടാൻ വരാത്തവരുണ്ടാവും. അപ്പൊ ഏതായാലും നമുക്കത് ചെയ്തു കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ സ്റ്റുഡിയോന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാസർഗോഡ് പടന്ന വണ്ണാത്തമുട്ട് നമ്മുടെ ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിന് നേരെ സൈഡ് വരുന്നത് സ്റ്റുഡിയോ. ഓക്കെ,